ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ മാഞ്ചസ്റ്ററിൽ തന്നെയാണ്. നിങ്ങൾ കാണുന്നത് മാഞ്ചസ്റ്റർ ഡയറീസ് ഓഫ് ലക്ഷ്മി നായർ. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാൻ പോകണമെന്ന് വെച്ചാൽ, ഞാനിന്ന് ആലോചിക്കായിരുന്നു, ഒരുപാട് പേര് റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളൊരു കാര്യമാണ് ഒരു ചിക്കൻ എങ്ങനെയാണ് കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ എന്തായാലും ഞാനിവിടെ ഹോൾ ചിക്കൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ട് പറഞ്ഞു ഹോൾ ചിക്കൻ വേണം എന്ന് പറഞ്ഞു. സാധാരണ ഇവിടെ ബ്രസ്റ്റ് പീസ്, ലെഗ് പീസ് ഇങ്ങനെ സെപ്പറേറ്റ് ആയിട്ടാണ് വാങ്ങുന്നത്. പക്ഷേ അത് ഭയങ്കര എക്സ്പെൻസീവുമാണ്. പിന്നെ നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലൊന്നും കിട്ടില്ല. അപ്പോൾ സ്റ്റോക്ക് ആ ഒരു ചിക്കൻ്റെ ആ ഒരു ടേസ്റ്റ് അങ്ങനെ നമുക്ക് അറിയാൻ പറ്റില്ല ചില ചിക്കൻ കറിയിൽ. അപ്പോൾ ഹോൾ ചിക്കൻ ആണെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലെ ഫുൾ കോഴിയായിട്ട് വാങ്ങിച്ചിട്ട് അതിങ്ങനെ കട്ട് ചെയ്യുന്നതിൻ്റെ ഒരു സുഖമുണ്ടല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഒരു ഫുൾ കോഴി മേടിച്ച് വെച്ചിരിക്കുകയാണ്. അതിനകത്ത് ഫ്രിഡ്ജിനകത്തുണ്ട്. എക്സ്പയറി ഡേറ്റ് കഴിയുന്നതിന് മുമ്പ് നമ്മളത് ഉണ്ടാക്കി തീർക്കുകയും വേണമല്ലോ. അപ്പോൾ അതിനൊന്ന് കട്ട് ചെയ്ത് റെഡിയാക്കാൻ പോകണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തുകൊണ്ട് നിങ്ങളെയും കൂടി കാണിച്ചു തന്നുകൂടെ. അപ്പോൾ ചിക്കൻ കട്ടിംഗ് ആണ് ഇന്നത്തെ അജണ്ട. അപ്പോൾ എങ്ങനെയാണ് ഒരു ഹോൾ ചിക്കൻ കട്ട് ചെയ്ത് പീസസ് ആക്കുന്നത് കാണുക. ഓക്കെ, അപ്പോൾ കിച്ചണിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഹോൾ ചിക്കൻ കട്ട് ചെയ്യാൻ പോവുകയാണ്. ഇതെങ്ങനെയാണ് ഒരു കോഴിയെ മുറിച്ചെടുക്കുന്നത്. ഓക്കെ, വലിയ പീസസ് ആയിട്ട്. ഓക്കെ, അപ്പോൾ ഒരു നല്ലൊരു ഫുൾ ചിക്കൻ. ഇപ്പോൾ ഫുൾ ചിക്കൻ്റെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് സ്റ്റോക്കിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും കിട്ടും. സാധാരണ ഇവിടെ കിട്ടുന്ന പോലെ പീസസ് ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് ഇതാണെങ്കിൽ ഇപ്പോൾ ലെഗ് പീസ് അല്ലെങ്കിൽ ബ്രസ്റ്റ് പീസ് അങ്ങനെയല്ലേ കിട്ടുന്നത്. അല്ലാണ്ട് നമുക്ക് എടുക്കാൻ പറ്റും. ഓക്കെ, ചിക്കൻ ഇങ്ങനെ വെച്ചിട്ട് എൻ്റെ കൈയും കാലും ഒക്കെ കണ്ടോ, അതിൻ്റെ ഇത് റിലാക്സ് ചെയ്യിപ്പിക്കുക അല്ലേ. അപ്പോൾ ചെയ്യേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇത് ആദ്യം ചെയ്യേണ്ടത് ഈ തൈസിൻ്റെ അവിടെ ചെറുതായിട്ടൊന്നിങ്ങനെ ആ സ്കിന്നൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഓക്കെ, സ്കിൻ കട്ട് ചെയ്തിട്ട് ലൈറ്റായിട്ട് എന്നിട്ട് ഇവിടെ ഒന്നിങ്ങനെ ഒടിക്കുക. ഓക്കെ, അപ്പോൾ എല്ലിങ്ങനെ പുറത്തേക്ക് വരും. എല്ലിങ്ങനെ പുറത്തേക്ക് വന്നു കഴിയുമ്പോൾ നമുക്കിവിടെ അതിൻ്റെ ഒരു ഫാറ്റ് ലൈൻ കാണാൻ പറ്റും. ഫാറ്റിൻ്റെ ലൈൻ, അതായത് കൊഴുപ്പിൻ്റെ ആ ഭാഗം വെച്ചാണ് കട്ട് ചെയ്യുന്നത്. കറക്റ്റായിട്ട് കിട്ടും. ഓക്കെ, കണ്ടല്ലോ പീസ്. ഇതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡിലും അങ്ങനെ തന്നെ ചെയ്യാം. ഈ സ്കിന്നൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്യുക. മറ്റേതിങ്ങനെ കൈ കൊണ്ട് ഒന്നൊടിക്കുക. അപ്പോൾ നമുക്ക് ഫാറ്റ് ലൈൻ കാണാൻ പറ്റും. കറക്റ്റായിട്ട് കിട്ടും. അങ്ങനെ 2 പീസ്. ഇനി ഇവിടെ ഉള്ള ഈ ഫാറ്റിൻ്റെ ഭാഗം കുറച്ച് മാറ്റാം. ഇനി വേണ്ടത് ചിക്കൻ്റെ വിങ്സ് കണ്ടുപിടിക്കുക. ആ വിങ്സിൻ്റെ ആ ജോയിൻ്റ് കറക്റ്റായിട്ട് ഏകദേശം നമുക്കിങ്ങനെ കൈ കൊണ്ട് തൊടുമ്പോൾ മനസ്സിലാവും ഇതിൻ്റെ ജോയിൻ്റ് എവിടെയാണ്. എന്നിട്ട് ഇവനെ ഇങ്ങനെ തൂക്കിയെടുക്കണം. തൂക്കിയെടുക്കുമ്പോൾ ആ ഒരു വെയിറ്റ് കൊണ്ട് ഇങ്ങനെ നിൽക്കില്ലേ. അപ്പോൾ അത് വെച്ചിട്ട് കട്ട് ചെയ്തു. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പുറത്തെ സൈഡും ഇങ്ങനെ തൂക്കിയെടുക്കുക. അപ്പോൾ ആ വെയിറ്റ് വെച്ചിട്ട് തന്നെ നമുക്ക് അറിയാൻ പറ്റും. അടുത്ത കാര്യം റെഡി. ഇനി എന്താ വേണ്ടത്? ഇനി വേണ്ടത് ഈ ബാക്ക് ബോൺ മാറ്റുക. അപ്പോൾ അത് ഇങ്ങനെ ഒരു പീസായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ചിക്കൻ കാണുന്നുണ്ടല്ലോ, നീറ്റായിട്ടുള്ളൊരു പീസ്. അപ്പോൾ ഇത് ഇത്രയാണ് അതിൻ്റെ ബാക്ക് ബോൺ, അതിൻ്റെ നട്ടല് ഭാഗം. അപ്പോൾ ഇനി ചെയ്യേണ്ടത് ഈ ചിക്കൻ തന്നെ നമുക്ക് വഴി കാണിച്ചു തരും. ഇത് കണ്ടില്ലേ, ഒരു റൂട്ട് മാപ്പ് പോലെ ഇങ്ങനെ ഒരു ഫാറ്റ് ലൈൻ കാണുന്നുണ്ടല്ലോ കൊഴുപ്പിൻ്റെ.
രണ്ട് സൈഡിലും ഉണ്ടാകും. ഈ റോഡിലൂടെ അല്ലെങ്കിൽ ഈ റൂട്ടിലൂടെ കട്ട് ചെയ്യാനാണ് ചിക്കൻ പറയുന്നത്. അപ്പോൾ ഇത് കിച്ചൺ സിസേഴ്സ് വെച്ചാകാം, അതല്ലെങ്കിൽ നല്ലൊരു നൈഫ് വെച്ചാകാം. ഇപ്പോൾ കത്തി വെച്ച് തന്നെ കട്ട് ചെയ്യാണ്. ആ റൂട്ട് പിടിച്ച് പോയാൽ മതി. ഇനി ഈ ഭാഗം അതിങ്ങനെ കട്ട് ചെയ്തങ്ങ് മാറ്റിയാൽ മതി. ഇളക്കിയെടുക്കാം. ഒന്നുമില്ല, നമ്മൾ തന്നെ എടുത്താൽ മതി. ഇതാണ് ബാക്ക് ബോൺ. ഇതാണ് നമുക്ക് സൂപ്പിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയൊരു ഏരിയ. കിട്ടിയല്ലോ. ഇനി വേണ്ടത് നല്ല ഒരു ബ്രസ്റ്റ് പീസായിട്ട് കിട്ടിയിട്ടുണ്ട്. കാണുന്നുണ്ടല്ലോ. ഇനി ഇത് മാത്രം മുറിച്ചാൽ മതി. ഇതിന് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഇവിടെ ഒരു ബോണുണ്ട് ഈ ഭാഗത്ത്. ഇതാണ് വിഷ് ബോൺ എന്ന് പറയുന്നത്, ഒരു വി ഷേപ്പിൽ. ഇതിൻ്റെ ഇവിടെ ഒരു കട്ടിടണം. കാണുന്നുണ്ടല്ലോ. അതിനെ ഒന്ന് മുറിക്കാം. അത് മുറിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പണി കഴിയും. വിഷ് ബോണിനെ നമ്മൾ മുറിച്ച് കഴിഞ്ഞാണ് ഇനി നടുക്ക് വെച്ചിട്ട് കറക്റ്റായിട്ട്, ഇപ്പോൾ സ്കിന്നോട് കൂടിയാണ് കറക്റ്റായിട്ട് രണ്ടായിട്ട് മുറിച്ചു ബ്രസ്റ്റ് പീസ്. അപ്പോൾ എല്ലാ പീസുമായി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്ന കാര്യം, ആദ്യം നമ്മളൊരു ലെഗ് പീസ് മുറിച്ചല്ലോ. ഇനി ഇതിനെന്താ ചെയ്യണ്ടേ? ഇനി ഇതിനെ കറക്റ്റ് പറഞ്ഞാൽ ഇവിടെ ലെഗ് പീസ് ഇങ്ങനെ മാറ്റണമല്ലോ രണ്ടായിട്ട്, അതിൻ്റെ തൈ പീസ്. അപ്പോൾ ഇവിടെ ചെയ്യാൻ പറ്റുന്ന വെച്ചാൽ ഇവിടെയും അതുപോലെ ഒരു കറക്റ്റായിട്ടൊരു ഫാറ്റിൻ്റെ ഒരു വരയുണ്ട്. അവിടെ കറക്റ്റ് ആ ഭാഗത്ത് വെച്ചാൽ മുറിച്ചാൽ കിട്ടും ഫാറ്റ് ലൈൻ. അടുത്ത ഫാറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ കാണാമല്ലോ, നോക്കിക്കോളൂ. ഇവിടെ ഇങ്ങനെ കറക്റ്റായിട്ടൊരു ഫാറ്റിൻ്റെ ലൈനുണ്ട്. അവിടെ തന്നെ മുറിക്കണം. കറക്റ്റ് ആ ഫാറ്റ് ലൈനിൽ തന്നെ മുറിക്കാം. ഇനി വിങ്സിൻ്റെ കാര്യം അതുപോലെ തന്നെയാണ്. ഈ ഭാഗം കളയണം, ആവശ്യമില്ല. അപ്പോൾ ചിറകിൻ്റെ അറ്റാണ് കട്ട്. ഇനി കണ്ടല്ലോ നമ്മുടെ വിങ്സിൻ്റെ ഈ ഭാഗം. ഇതിനെ ഇങ്ങനെ വയ്ക്കുക, എന്നിട്ട് കറക്റ്റ് അതിൻ്റെ വർക്കായിട്ട് കട്ട് ചെയ്യുക. അപ്പോൾ അത് കറക്റ്റ് ഫാറ്റ് ലൈനാണ്. ഇങ്ങനെ 2 പീസായിട്ട് കിട്ടും. ഇതാണ് നമ്മുടെ ചിക്കൻ വിങ്സ് ലോലിപോപ്പ്. കണ്ടല്ലോ. ഇങ്ങനെ തന്നെ വെക്കണം കേട്ടോ. ഇങ്ങനെ തിരിച്ചല്ല, മുട്ടിൻ്റെ ഭാഗമല്ല, തിരിച്ചിങ്ങനെ പിടിക്കണം. എന്നിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. കറക്റ്റായിട്ട് പിടിച്ച് വെച്ചിട്ട് നന്നായിട്ട് കട്ട് ചെയ്യണം. അപ്പോൾ ലോലിപോപ്പ് പീസസ്, 2 ചിക്കൻ വിങ്സ് എല്ലാം ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് വരുന്നുണ്ടോ. ഇത് ലെഗ് പീസ്, 2 തൈ പീസ്. ഓക്കെ, ഇത്രയായി. ഇനി നമ്മളെന്താ ചെയ്യാൻ പോണേ? ഇനി ഇവിടെ ഇരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും പീസസ് ആയല്ലോ. അതാ 4, 5, 6, 7, 8 ചെറുത്. ഇനി ഈ ഭാഗം ഇത് നമുക്ക് കളയാനുള്ളതാണ്. പിന്നെ ബ്രസ്റ്റ് എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്കത് വേണമെങ്കിൽ 2 ആക്കാം, അതല്ലെങ്കിൽ അത് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ ബ്രസ്റ്റ് പീസിനെ അങ്ങനെ തന്നെ വേണമെങ്കിൽ സൂക്ഷിക്കാം. അപ്പോൾ സ്കിൻ മാറ്റണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്യാം. ഓക്കെ, വിത്തൗട്ട് സ്കിന്നാണ് വേണ്ടെങ്കിൽ നമുക്കിങ്ങനെ കട്ട് ചെയ്യുമ്പോൾ സമയത്ത് തന്നെ അതിനെ ഇളക്കി കിട്ടും. ഈസിയാണ്. അപ്പോൾ 2 ബ്രസ്റ്റ് പീസായി. ഇനിയുള്ളത് നമ്മുടെ നട്ടെല്ലിൻ്റെ പീസാണ്, ബാക്ക് ബോൺ. ഇത് സാധാരണഗതിയിൽ നമുക്ക് കറിയിലൊക്കെ വേണമെങ്കിൽ ഇടാം. നല്ല
എന്താ പറയുക, സ്റ്റോക്കിനൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമ്മൾ സാധാരണ ബോൺലെസ് ചിക്കനായിട്ടല്ല, ബോണുള്ള ചിക്കനിലെ എല്ലാ ഭാഗങ്ങളും എടുക്കുമല്ലോ. അപ്പോൾ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കിങ്ങനെ കട്ട് ചെയ്ത് അതിനെ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ത്രീ പീസസായിട്ട് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ അതിനെക്കാട്ടിലും ചെറിയ പീസസായിട്ട് വേണമെങ്കിലും കട്ട് ചെയ്യാം. ഇങ്ങനെ നല്ലതായിട്ട് കട്ട് ചെയ്തൊന്ന് മാറ്റിയാൽ മതി. എങ്ങനെയുണ്ട്? ഫുൾ ഇങ്ങനെയാണ് നമ്മൾ ചിക്കനെ കട്ട് ചെയ്ത് മാറ്റേണ്ടത്. ഇപ്പോൾ മനസ്സിലായല്ലോ ഹൗ ടു കട്ട് എ ചിക്കൻ ഇൻ ടു പീസസ്. ഓക്കെ, ഹോൾ ചിക്കൻ എങ്ങനെ മുറിക്കാമെന്ന് ഇപ്പോൾ ഏകദേശം മനസ്സിലായിട്ടുണ്ടാവുമല്ലേ. അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഇനി നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിത് മനഃപൂർവ്വം ഇങ്ങനെ ഒരു ഹോൾ ചിക്കൻ വാങ്ങിച്ചാണ്. കാര്യം മോൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എല്ലൊക്കെ കഴിക്കാനായിട്ട്. ഇവിടെ ഈ എല്ലോടുകൂടി മേടിച്ചാൽ കട്ട് ചെയ്യാനുള്ള മടി കാരണം അങ്ങനെ വാങ്ങാറില്ല. ബ്രസ്റ്റ് പീസായിട്ടും തൈസായിട്ടും ഡ്രം സ്റ്റിക്കായിട്ടും ഒക്കെയാണ് വാങ്ങുന്നത്. അപ്പോൾ ഇങ്ങനെ മേടിച്ചിട്ട് ഞാൻ ഇതിൽ പല കാര്യങ്ങളും ചെയ്ത് കൊടുക്കാമെന്ന് വിചാരിക്കും. അപ്പോൾ ബ്രസ്റ്റ് പീസ് പ്രത്യേകിച്ച് മാറ്റി വയ്ക്കാം. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ചിട്ട് ഞാനൊരു ബ്രൗൺ സ്റ്റ്യൂ ഉണ്ടാക്കാൻ പോവാണ്, ഈസി ആയിട്ട്. അപ്പോൾ നമ്മളുടെ പീസസ് എല്ലാം ഞാൻ കറക്റ്റായിട്ട് അടുക്കി വെച്ചിരിക്കുന്നത് നോക്കും. കാലിൻ്റെ കണ്ടില്ലേ, അതിൻ്റെ തൈസ്, അതിൻ്റെ ലെഗ് പീസ്, പിന്നെ ബ്രസ്റ്റ് പീസ്, പിന്നെ വിങ്സും അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അത് ഞാൻ 3 കഷ്ണങ്ങളായിട്ട് മുറിച്ച് വെച്ചു, നമ്മളുടെ ബാക്ക് ബോൺ. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ചെയ്യാൻ പോണേ ബ്രൗൺ സ്റ്റൂവിന് വേണ്ടിയിട്ടാണ്. ഞാൻ ഇതൊക്കെ ഈ പീസും എടുക്കും, ഈ എല്ലുള്ള പീസ് എടുക്കും, ബ്രസ്റ്റ് പീസ് ഒഴിച്ച് ബാക്കിയെല്ലാം ഞാൻ ഉപയോഗിക്കാൻ പോവാണ്. അങ്ങനെ ചിക്കൻ പീസസൊക്കെ കട്ട് ചെയ്താൽ കണ്ടല്ലോ അല്ലേ, ഇഷ്ടമായോ? വളരെ എളുപ്പമാണ്, സിമ്പിളാണ്. നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞാൽ മതി. ആ ഒരു കറക്റ്റായിട്ട് അതിൻ്റെ ഫാറ്റ് ലൈൻ എന്ന് വെച്ചാൽ അതിൻ്റെ കൊഴുപ്പ് കാണുന്ന ലൈൻ ഉണ്ടല്ലോ, അത് മാത്രം ശ്രദ്ധിച്ച് കട്ട് ചെയ്ത് പോകാം. ചിക്കൻ തന്നെ അതിൻ്റെ ദേഹത്ത് ഒരു ഭൂപടം പോലെ വരച്ച് വെച്ചിട്ടുണ്ട്, എന്നെ എവിടെയൊക്കെ കട്ട് ചെയ്യാം, ഏതൊക്കെ ഭാഗത്തൂടെ കട്ട് ചെയ്താൽ എല്ലില്ലാതെ സ്മൂത്തായിട്ട് കട്ട് ചെയ്യാമെന്ന്. അത് തന്നെ നമുക്ക് കാണിച്ചു തരും ഒരു വഴികാട്ടിയായിട്ട്. എന്തായാലും ഈ ഒരു മെത്തേഡിൽ നിങ്ങളും ചെയ്ത് നോക്കാം, കറക്റ്റായിട്ട് വരും. പിന്നെ ഓരോ കഷ്ണങ്ങളെ പിന്നെ ചെറുതാക്കുന്നതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് പീസസ് ആക്കുക. ഓക്കെ, anyway, thank you for watching and keep on watching Lakshmi Nair vlogs.